ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. അപ്പോൾ ഈ ഗുരുദ്വാരൻ്റെ പുറത്ത് ഒരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ടും കാണണം. ഇവിടുത്തെ പുല്ലോട്ടുന്ന മെഷീന് വേറൊരു മോഡലാണ്. അതിൻ്റെ അടിയിലൊരു സാധനം ഉണ്ട്, അതിങ്ങോട്ട് നമ്മളെ മേലേക്ക് തെറിക്കാതിരിക്കാനൊരു സപ്പോർട്ട് ഉണ്ട് അവിടെ. ഞാനിവിടുത്തെ ഒരു ഷോപ്പിംഗ് ഏരിയ ഉണ്ട്, അങ്ങോട്ട് പോവാണ്. ഈ കാണുന്നതാണ് ലാഹോർ ഹൈവേ, ആ റോഡ്. അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് പാരലായിട്ട് പിന്നെ റോഡുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഈ ഗുരുദ്വാര നിൽക്കുന്നത്. ഇവിടുന്ന് സ്വല്പം ഉണ്ട് നീളത്തിലോട്ട് പോയി കഴിഞ്ഞിട്ട് അവിടെയാണ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഇനി മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അന്ന് ദൂരെ കാണുന്നത് ഇന്ത്യക്കാർക്കുള്ള സന്ദർശന സ്ഥലമാണ്. ഈ വരുന്നത് പാകിസ്ഥാനികൾക്കുള്ള സ്ഥലമാണ്. അതായത് പാകിസ്ഥാൻ സ്വദേശികൾക്കുള്ള എൻട്രൻസ് വേറെ ഭാഗത്തു കൂടിയാണ്, അത് ഇന്ത്യൻ വരുന്നവർക്കുള്ള എൻട്രൻസ് വേറെയാണ്. രണ്ട് സെക്ഷനിലാണ് ചെക്കിങ്ങും കാര്യങ്ങളും ഉള്ളത്. ഇവിടെയാണ് മാർക്കറ്റ് ഉള്ളത്. ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പാകിസ്ഥാൻ കറൻസി മാറ്റി വന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ കയ്യിൽ പാകിസ്ഥാൻ കറൻസിയോ കോയിൻസോ ഉണ്ടെങ്കിൽ നമ്മൾ അറസ്റ്റ് ചെയ്താളും. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് കംപ്ലീറ്റ് ചെലവാക്കി പോകണം. അതല്ലെങ്കിൽ പാകിസ്ഥാന്റെ എമിഗ്രേഷൻ അവിടെ ചെന്നിട്ട് അവിടെ നമ്മൾ കൺവെർട്ട് ചെയ്യണം. അതായത് നമ്മൾ അവിടുന്ന് വാങ്ങുന്ന സമയത്ത് 28 കിട്ടും. 1000 രൂപക്ക് 2800 രൂപ. തിരിച്ചു വരുന്നവർക്ക് നമുക്ക് നഷ്ടമാണ്. നമ്മൾ 3000-ന്റെ ആ എമൗണ്ട് വെച്ചിട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇവിടുത്തെ മാർക്കറ്റുകൾ കാണാം. ഈ മാർക്കറ്റിന്റെ പരിസരത്തുണ്ട് ഈ മണി എക്സ്ചേഞ്ച്. അപ്പൊ ഞാൻ ഇവിടുത്തെ പാകിസ്ഥാൻ കറൻസി ഒന്ന് കാണിച്ചു തരാം. പാകിസ്ഥാൻ കറൻസിനെ കാണിച്ചു തരാം. ഇത് പാകിസ്ഥാൻ കറൻസി 1000 ആണ്. 1000. Sorry, 1000. This is 500. This is 500 Pakistani rupees. This is 50 rupees. This is 20 rupees. Pakistani is 10. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന സമയത്ത് പാകിസ്ഥാൻ കറൻസി മാറ്റി വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഇന്ത്യയിലേക്ക് ഈ കറൻസി കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, നമ്മളെ കേസും പോലീസ് കേസും ഒക്കെ ആവും. അപ്പൊ ഇവിടുന്ന് തന്നെ അത് ചെലവാക്കി പോരുക. അതല്ലെങ്കിൽ പാകിസ്ഥാന്റെ എമിഗ്രേഷൻ്റെ അവിടുന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇദ്ദേഹമാണ് എൻ്റെ ക്യാമറാമാൻ. പണ്ട് ഗൾഫിലായിരുന്നപ്പോഴായിരുന്നു പാകിസ്ഥാനികൾ പണിയെടുക്കുന്നുണ്ടത്. ഇത് പാകിസ്ഥാനിൽ വന്നിട്ട് പാകിസ്ഥാനികൾ പണിയെടുക്കുന്നുണ്ട്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടെ ഭയങ്കര ഈ ബിൽഡിംഗ് തൊഴിലാളികൾ ഒരുപാട് ഉള്ളതാണ് ഗൾഫില്. ഇത് പാകിസ്ഥാനിൽ നമുക്ക് തന്നെ കാണാം അവരെ, പാകിസ്ഥാനിലെ പിന്നെ ബിൽഡിംഗ് തൊഴിലാളികൾ. ഇപ്പോൾ നട്ടുച്ചയാണ്, പക്ഷേ നല്ല വെയിലുണ്ട്, അടിപൊളി തണുപ്പാണ്. അതുകൊണ്ട് നല്ല സുഖമാണ് നടക്കാൻ ഇതിലൂടെ. അങ്ങനെ കറാച്ചി ക്ലോത്ത് ഹൗസ്. ഫ്രം കേരള. പാകിസ്ഥാനിലെ ഡ്രൈ ഫ്രൂട്ട്സ് ഭയങ്കര ചീപ്പാണ്. ഒന്ന് പോയി നോക്കാം.
क्या हाल है? बहुत बढ़िया। घर किधर है? मुल्तान भूटान में। मुल्तान से पाकिस्तान की स्वीट्स मुल्तानी सोनल हुआ तो जी राजवीर जी आज टेस्ट करो सब राजी नाला चेक करो सबसे ज्यादा Pakistani sweets made in Pakistan. ഇവിടെ ഹലുവയൊക്കെ ഉണ്ട് 306 നമ്പർ ഉണ്ടല്ലേ. ഈ നമ്പർ എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഹലുവക്ക് പിന്നെ എല്ലാതും ടിന്നിനാണ് ഉണ്ടാകുക, ടിന്നിൽ വെച്ചിട്ടുണ്ടാകുക. അപ്പോൾ ആ ടിന്നിൻ്റെ നമ്പറാണ് 301, 305, 306 എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം ഉള്ളത്. പിന്നെ ഒരുപാട് നട്ട്സ് ഉണ്ട്, വാൾനട്ട് ഉണ്ട്, ബദാം പരിപ്പുണ്ട്. ഇതൊക്കെ ഈ ഒരു കടയിലുണ്ട്. ഒരുപാട് കടകളുണ്ട്. നട്ട്സൊക്കെ ഉള്ള അലുവകളാണ് ഇവിടെ. 301, 306, 305 എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ആ നമ്പർ സ്ഥിരമായിട്ടുണ്ട്. ആ ഒരു ടേസ്റ്റാണ് ഇതിനുണ്ടാകുക. ഇതാണ് പാകിസ്ഥാനി പൂച്ച. ഇവിടെ നല്ല ചുരിദാറൊക്കെ കിട്ടും പാകിസ്ഥാനില്. ഇത് ചുരിദാറൊക്കെ വാങ്ങിയതാണ്. പിന്നെ ഇവിടുന്ന് നമ്മളെ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ ക്യാഷ് തിരിച്ചുകൊണ്ടാൻ പറ്റില്ല, അപ്പൊ കുറച്ച് പാകിസ്ഥാൻ ഹലുവ സ്വീറ്റ്സ് അടിപൊളി ഐറ്റംസ് അത് കുറച്ച് വാങ്ങിയിട്ട് ओरिजिनल सूट है अलकदम के गुल अहमद के। ये देखिए ये देखो ഇവിടെ പാകിസ്ഥാനി സ്ത്രീകൾ കൂടുതലും ചുരിദാറാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ സാരി കാര്യങ്ങളൊക്കെ ഇല്ല. പുരുഷന്മാരും പൈജാമയും പിന്നെ ജുബ്ബയും തന്നെയാണ് അവർ ഉപയോഗിക്കാറുള്ളത് ഇവിടെ. ഇത് ഗുരുദ്വാരൻ്റെ ബാക്ക് ഭാഗമാണ് ഈ കാണുന്നത്. ഈ ബാക്ക് ഭാഗത്തിൻ്റെ ഈ ഒരു ഭാഗത്താണ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ഗുരുദ്വാര ദർബാർ സാഹിബ് ഉള്ളത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യ. ഇന്ത്യയിലത്തെ പഞ്ചാബ് പോലെ തന്നെ പാകിസ്ഥാനിലുണ്ട് പഞ്ചാബ് പ്രവിശ്യ. അവിടുത്തെ നരേവൽ ജില്ലയിൽ ശക്കർഗഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് ഈ കർത്താർപൂർ സാഹിബ് ഗുരുദ്വാര നിൽക്കുന്നത്. 1539 ഗുരുനാനാക്ക് മരിച്ചത്. അദ്ദേഹം മരിക്കുന്നതുവരെ 18 വർഷം ഇവിടെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. ഞാനടുത്ത പോലീസ് ഓഫീസർമാരൊക്കെ വന്നിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്താണിത്. ഇതെനിക്ക് നമസ്കരിക്കാൻ പോലീസ് ഓഫീസർ മുസല്ല വന്നാണ് ഇവിടുന്ന്. ഗുരുദ്വാരയിലെ ചെക്കിംഗ് ഏരിയയാണ്, അവിടുന്ന് പുറത്തിടുന്നു. അപ്പൊ ഞാന് പാകിസ്ഥാനിൽ നിന്നും മടങ്ങുകയാണ്. വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് ഇവിടുന്ന് മടങ്ങണം എന്നാണ് റൂളുള്ളത്. അപ്പോൾ ഇവിടുന്ന് മടങ്ങുകയാണ്. ഈ പാകിസ്ഥാനിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റികളുണ്ട് നമ്മുടെ വിസ കിട്ടണമെങ്കിൽ. അതൊക്കെ ഞാൻ ഇനി എപ്പിസോഡിൽ പറയാം. പിന്നെ അപ്ലൈ ചെയ്താൽ തന്നെ കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എപ്പിസോഡിൽ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് എങ്ങനെ നമുക്ക് പാകിസ്ഥാനിലേക്ക് പോകാമെന്നുള്ള കാര്യം. ബസ് അങ്ങ് ദൂരത്തുനിന്ന് വരുന്നുണ്ട്, ഒരു ബസ് വരുന്നുണ്ടല്ലേ. ഇതാണ് ഇവിടേക്കുള്ള കർത്താർപൂർക്കുള്ള ബസ് സർവീസ്. ലാസ്റ്റ് ഇപ്പൊ നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. ബസ്സിൽ കയറാണ്. ഈ പാക്ക് വിസ കിട്ടണമെങ്കിൽ ഓൺലൈൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് നമുക്കൊരു ഡേറ്റ് തരും. ആ ഡേറ്റിന് നമ്മൾ കൊടുക്കുക. പിന്നെ നമ്മുടെ വെരിഫിക്കേഷൻ, പോലീസ് വെരിഫിക്കേഷനും പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഫോട്ടോയും അതിനുള്ള ബൈറ്റ്സും കാര്യങ്ങളും അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഇങ്ങനത്തെ എന്തെങ്കിലും സംശയങ്ങൾ എനിക്ക് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അങ്ങനെ ബസ് പുറപ്പെട്ടിട്ടുണ്ട്. ഇനി പഞ്ചാബികളുടെ വക ഒരു പ്രാർത്ഥന ഉണ്ട്, യാത്രാ പ്രാർത്ഥന. പഴയ പഞ്ചാബി ഹൗസ് സിനിമയിൽ പറഞ്ഞ പോലെ ഏതോ ഒരു സോണിയനെ അവർ പറയുന്നുണ്ട്. സോണിയ ഏതാണെന്ന് തിരിഞ്ഞിട്ടില്ല.
അപ്പോൾ എല്ലാവരും സോണേൻ്റെ പേര് പറയുന്നുണ്ട്. അങ്ങ് ദൂരെ കാണുന്ന ബോർഡ് രവി റിവറിൻ്റെ ബോർഡാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് രവി റിവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബെർലിൻ മതിലിൻ്റെ പതനത്തിൻ്റെ വാർഷികവും ഈ ഗുരുനാനാക്കിൻ്റെ 550-ാം ജന്മവാർഷികത്തിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് 2019 നവംബർ 9-നാണ് അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ ഈ ഒരു വഴി തുറന്നിട്ടുള്ളത്. മുമ്പ് ഞാൻ പറഞ്ഞിരുന്നില്ല, ലാഹോർ വഴിക്ക് പോകേണ്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 125 കിലോമീറ്റർ ദൂരം ഓടേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ആകെ ഒരു 4.5 കിലോമീറ്റർ കൊണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റും നമുക്ക്. പാകിസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട റിവറാണ് രവി റിവർ. സിഖ് മതത്തിൻ്റെ സ്ഥാപകനായ ഗുരുനാനാക്ക് അദ്ദേഹത്തിൻ്റെ മിഷനറി പ്രവർത്തനത്തിന് ശേഷം പിന്നെ സ്ഥിരതാമസമാക്കുകയും പിന്നെ കൃഷി ചെയ്യുകയും ചെയ്ത സ്ഥലത്തിൻ്റെ സ്മരണക്കായിട്ടാണ് ഈ ഗുരുദ്വാര ഇവിടെ നിർമ്മിച്ചത്. 1504 ഈ രവി നദിക്കരയിലാണ് ഈ കർത്താർ പട്ടണം സ്ഥാപിച്ചത്. ഇവിടെ കംപ്ലീറ്റ് വയലുകളൊക്കെ ആയിരുന്നു. അതൊക്കെ ഉഴുതുമറിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ ഈ ഒരു പിന്നെ ഗുരുദ്വാര നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ബസ് നമ്മുടെ എമിഗ്രേഷൻ്റെ ബിൽഡിങ്ങിൽ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങിക്കുന്നത് ഇനി ഇവിടെ നമ്മുടെ പാസ്പോർട്ട് കാണിക്കലും എക്സിറ്റ് അടിക്കലും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇതിനുള്ളിൽ കുറച്ച് കലാപരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പുറത്തേക്ക് കടന്നിട്ട് ഒരു പാകിസ്ഥാൻ്റെ ബസ്സുണ്ട്, ചെറിയ മിനി ക്യാബ്, അതിൽ കയറി അങ്ങോട്ട് പോകണം. ഇതാണ് എക്സിറ്റ് സ്റ്റാമ്പ്. പിന്നെ ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ അവിടെ തിരിച്ചെടുക്കണം. കാരണം നമ്മുടെ പാസ്പോർട്ടിൽ യാതൊന്നും ചെയ്യുമല്ലോ ഇവിടെ, അങ്ങനെയാണ്. അപ്പോൾ ഇവിടുത്തെ എല്ലാ കലാപരിപാടിയും കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് കിടക്കുകയാണ്. ഇനി പുറത്ത് ആ ഒരു ചെറിയൊരു ക്യാബ് വന്നിട്ടുണ്ട്, അതിലാണ് ഇനി തിരിച്ചങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ ക്യാബിൽ കയറി പുറപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ വലിയ കൊടിയാണ് ആ കാണുന്നത്. ഞാൻ ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്ത സമയത്ത് ഈ ഭാഗം കംപ്ലീറ്റ് നടന്നു വന്നതായിരുന്നു. നടന്നു പോവാ, പക്ഷേ ഇപ്പോൾ ഏതായാലും നടന്നു പോകണില്ല. നടന്നുള്ള കാഴ്ചകൾ ഞാൻ മുമ്പ് കാണിച്ചിരുന്നു. ഈ ഒരു വഴിയാണ്. ഇതിലങ്ങനെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ്റെ ഗേറ്റിൻ്റെ അടുത്തും. ഇവിടെ ഗുഡ് ബൈ, പാകിസ്ഥാനോട് അങ്ങനെ ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും മടങ്ങുകയാണ്. ഇത് പാകിസ്ഥാന്റെ ബോർഡർ, അത് ഇന്ത്യൻ്റെ ബോർഡർ. ഒരു 6 മീറ്റർ ഗ്യാപ്പ്. അപ്പൊ പാകിസ്ഥാനിൽ കിടക്കുന്നത് ഇതാണ് പാകിസ്ഥാന്റെ ഗേറ്റ്. അങ്ങനെ കടന്നു വന്ന് ഇതിന്റെ സെന്റർ ഇന്ത്യയിൽ കിടക്കുകയാണ്. ഇതാണ് ഇന്ത്യ. ഇപ്പൊ ഇന്ത്യയിലെത്തിക്കുന്നു. പാകിസ്ഥാനിൽ നിന്ന് പുറപ്പെട്ട് ഇന്ത്യയിലെത്തി. അപ്പൊ ഞാൻ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു. ഇന്ത്യ, വെൽക്കം ടു ഇന്ത്യ. പാകിസ്ഥാനിൽ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു. ഇവിടുന്ന് നടന്നു പോകാൻ ഇന്ത്യ ഗവൺമെൻറ് സമ്മതിക്കില്ല. അപ്പോൾ ഞാനൊരു ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്യാബ്. ഇദ്ദേഹം സിഖ് ഡ്രൈവറാണ്. ഇനി ഇതാണ് എമിഗ്രേഷൻ ബിൽഡിംഗ് നമ്മളെ ഇന്ത്യൻ്റെ. ഇതിൻ്റെ അകത്ത് ഇതുവരെയുള്ള ക്യാമറ, അതിൻ്റെ അകത്തേക്ക് ഇനി ക്യാമറ പ്രവേശനമില്ല. ഇനി നമുക്ക് ബാക്കി പുറത്തെത്തിയിട്ട് കാണാം. പുള്ളി കയറിയിരിക്കുന്നു ഞാൻ. അങ്ങനെ ഇന്ത്യയുടെ എല്ലാ നൂലാമാലകളും കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് പോവുകയാണ്. പാസ്പോർട്ട് ചെക്കിങ് ഭയങ്കര പ്രശ്നം തന്നെയാണ്. അപ്പം അതുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോകാൻ ആരും നോക്കണ്ട. ഒരുപാട് കടമ്പകളുണ്ട് കാണാൻ. ഇന്ത്യയുടെ ലാൻഡ് പോർട്ട് അതോറിറ്റീൻ്റെ ബിൽഡിങ്ങിൽ ഞാൻ പുറത്താണ് നിൽക്കുന്നത്. ഇത് ഇവിടുത്തെ പാർക്കിങ്ങും കാര്യവും ആണ്. ഇനി 10 नंबर वाली अपनी है।
അപ്പൊ ഇനി നേരെ കേരളത്തിലേക്ക്. അമൃത്സർ, ഡൽഹി, കോഴിക്കോട്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.